إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ അവനിൽ നിന്ന് ഹിദായത്ത് ലഭിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. അവനെ കഴിവിന്റെ പരമാവധി അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. നിത്യേന നമ്മൾ അവൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരാണ്. പലപ്പോഴും നിത്യേന അത് ലഭിക്കുന്നത് കൊണ്ട് ആ സൗഭാഗ്യത്തിന്റെ ആഴത്തെയും അതിന്റെ ശുക്രിനെയും നമ്മൾ മറന്നു പോകാറുണ്ട്. ഏതെങ്കിലും ഒരു ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സംഗതി അതിന്റെ അഭാവം നമുക്ക് അനുഭവപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അത് ഇല്ലാതാകുമ്പോൾ, അത് നഷ്ടപ്പെടുമ്പോൾ, ആ സമയത്താണ് ആ കിട്ടിയിരിക്കുന്നതിന്റെ വലുപ്പം നമ്മൾ തിരിച്ചറിയാറുള്ളത്. നമുക്കറിയാം, ശ്വാസോച്ഛ്വാസം എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹം നമ്മൾ അറിയാതെ ഒരു റിസ്കും ഇല്ലാതെ നമ്മൾ ശ്വസിക്കുന്നു, നിശ്വസിക്കുന്നു. അതൊരല്പം പ്രയാസത്തിലായി കഴിഞ്ഞാൽ കൃത്രിമമായി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൃത്രിമ ശ്വാസങ്ങൾക്ക് നമ്മൾ നൽകുന്ന, അത് സ്വീകരിക്കാൻ നമ്മൾ എടുക്കുന്ന എഫേർട്ടും അതിന് നമ്മൾ നൽകുന്ന ചെലവുകളും, പ്രിയപ്പെട്ടവരെ, അത് കേൾക്കുമ്പോഴാണ് ഇത്രയും വർഷക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ വായു ഒരു പ്രയാസവും കൂടാതെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക്, നമ്മുടെ ശ്വസനാവയവങ്ങളിലേക്ക് കയറി ഇറങ്ങുന്ന ഒരു പ്രക്രിയ നമ്മൾ പോലും അറിയാതെ നടന്നു പോകുന്നതിന്റെ വലുപ്പം നമ്മൾ തിരിച്ചറിയുന്നത് ആ സന്ദർഭത്തിലാണ്. നഷ്ടപ്പെടുമ്പോഴോ കുറവ് വരുമ്പോഴോ മാത്രമാണ് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാറുള്ളത്. നല്ല ആരോഗ്യത്തിൽ ജീവിച്ച ആളുകൾ അവർ പെട്ടെന്ന് രോഗാതുരമായ അവസ്ഥയിൽ സൈഡാകുമ്പോഴാണ് ലഭിച്ചിരിക്കുന്ന ആരോഗ്യത്തിന്റെ വലിപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അന്ധനായ ഒരു മനുഷ്യൻ പ്രയാസപ്പെടുന്ന രംഗങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് അല്ലാഹു നൽകിയ ഈ വെളിച്ചം തൂകുന്ന നമ്മുടെ നഗ്നനേത്രങ്ങളുടെ ശക്തി എത്ര വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. എന്തിന് പ്രിയപ്പെട്ടവരെ, കണ്ണൂരിൽ ചെറുതായി കണ്ണിന്റെ കൃഷ്ണമണി ഒന്ന് ചെരിഞ്ഞു പോയാൽ അതിന്റെ പേരിൽ നിരവധി ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരുടെ അടുത്ത് പോകുന്ന രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ആ കാഴ്ചയുടെ മനോഹാരിതയും ശക്തിയും നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ഓരോന്നും അങ്ങനെയാണ്. സുഗമമായി യാത്ര ചെയ്യുന്ന വാഹനം നമുക്ക് നൽകുന്ന ഉപകാരം ദിനേന എന്നോണം ആ വാഹനം ഉപയോഗിക്കുന്ന നമ്മൾ തിരിച്ചറിയാറില്ല.
ആ വാഹനം ബ്രേക്ക് ഡൗൺ ആയാലാണ് ആ വാഹനം നമുക്ക് നൽകിയിരുന്ന സേവനം എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ഓരോന്നുമുണ്ട് പ്രിയപ്പെട്ടവർ. ഇന്ന് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മള് വളരെ സുലഭമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും അത് ഇല്ലാതായിട്ട് പല ആളുകളും വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രയാസത്തിലാണ്. പല നാടുകളും അതിന്റെ വരൾച്ചയുടെ അങ്ങേയറ്റത്ത് എത്തിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പണം കൊടുത്ത് പൈസക്ക് വെള്ളം വാങ്ങിയിട്ട് കുടിക്കാനല്ല, കുളിക്കാനും ശൗചത്തിനും പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന അവസ്ഥയിൽ പല പ്രദേശങ്ങളും എത്തിയിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മൺകുടത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അത്രയും എളുപ്പത്തിൽ വെള്ളം നൽകി. അത് കുടിക്കുമ്പോൾ, അത് നുകരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു അനുഭൂതി മറ്റേതൊരു പാനീയം അനുഭവിക്കുന്നതിനേക്കാളും വലുതാണെന്ന് നമ്മൾ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ വെള്ളമെന്ന അനുഗ്രഹം ചെറുതല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. ചൂട് അതികഠിനമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, വെള്ളം എല്ലായിടത്തും വറ്റിപ്പോകുന്ന അവസ്ഥയിൽ, നിലവിലുള്ള വെള്ളത്തിന്റെ സ്രോതസ്സുകൾ എല്ലാ സ്ഥലങ്ങളിലേക്ക് അതിനെ വിഭജിക്കുന്ന വേളയിൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ അളവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൊക്കെയും അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും വെള്ളം നൽകിക്കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കണം, വല്ലാത്തൊരു പ്രയാസമാണ്. ഇന്നലെ 9:30 മണിക്ക് ബസ് കയറേണ്ട ഞാൻ 10:15 ബസ് കയറി. എന്താണെന്നറിയോ? വെള്ളമില്ല. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വെള്ളം ബക്കറ്റിൽ കൊണ്ടുപോയി 4 ബക്കറ്റ് വെള്ളം വീട്ടിൽ വെച്ചിട്ടാ വരുന്നത്. ഇങ്ങനെ ഒരുപാട് പറയാനുണ്ടാകും നമുക്ക് എല്ലാവർക്കും. പ്രിയപ്പെട്ടവരെ, ആലോചിക്കേണ്ടത് അവിടെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് ഇറക്കി തരുന്നത് ഞാനാണോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. അല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ചു, ഒരൽപ്പം മഴ വർഷിക്കുന്നതിന്റെ കാലാവസ്ഥയുടെ ആ ഭ്രമണമണ്ഡലങ്ങളിലെ ചലനങ്ങളിൽ ഒരൽപ്പം സാവകാശം അല്ലാഹു വരുത്തുമ്പോഴേക്കും നമ്മളുടെ സന്തുലിതാവസ്ഥ തെറ്റിപ്പോവുകയാണ്. കായ്ക്കേണ്ട മരങ്ങൾ കായ്ക്കാതെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. കൃഷിയിടങ്ങളിൽ വമ്പിച്ച നാശനഷ്ടങ്ങൾ നടക്കുകയാണ്. ആളുകൾ വെള്ളമില്ലാതെ പ്രയാസപ്പെടുകയാണ്. ചെറിയ പിഞ്ചോമനകൾ മാരകമായ പക്ഷാഘാതമേറ്റിട്ട് സൂര്യാഘാതമേറ്റിട്ട് പ്രയാസത്തിലാണ്. അവരുടെ തൊലികളിൽ പലവിധ രോഗങ്ങളും പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗർഭിണികൾ, അതേപോലെ രോഗാതുരമായ അവസ്ഥയിൽ കിടക്കുന്ന ആളുകൾ, ചിക്കൻ ബോക്സ് പോലുള്ള തൊലിയിലെ അസുഖങ്ങളുള്ള ആളുകളൊക്കെ അതികഠിനമായ ചൂട് കാരണത്താൽ മുമ്പൊന്നും കാണാത്ത വിധത്തിൽ അവർ ബുദ്ധിമുട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ആ വെള്ളത്തെ ഞാനൊരു കയ്പ് ജലമാക്കി മാറ്റുമായിരുന്നു. നിങ്ങൾ നോക്കിയേ, പല ആളുകളും കോടിക്കണക്കിന് രൂപയുടെ വീടുകൾ എടുത്തിട്ട് നമുക്ക് കാണാം, ഒരു 6 മാസം കഴിയുമ്പോൾ അയാൾ വിറ്റു പോകുന്നത് കാണാം. എന്താ കാരണം എന്നറിയോ? വീടിന്റെ ബലക്കുറവല്ല വിഷയം, അവിടുത്തെ വെള്ളത്തിന്റെ രുചി മാറിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് സഹിക്കാൻ പറ്റില്ല നമുക്ക്. വെള്ളം നമ്മൾ ഇന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ അതിന്റെ ആ ഒഴുക്കിന്റെ ആ വേഗതയുണ്ട്, അതൊന്ന് കുറയുന്ന രൂപത്തിൽ ഒന്ന് ഓയിലി ആയിപ്പോയാൽ, അല്ലെങ്കിൽ അതിന്റെ നിറമൊന്നു മാറിയാൽ, അതിന്റെ ചുവയൊന്നു മാറിയാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. നിങ്ങൾ ആലോചിക്കണം, ആ വെള്ളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പടച്ചവന്റെ സൈന്യം. ആ വെള്ളം കൊണ്ടാണ് ഈ സമുദായത്തെ ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കണം. അറിയണം നമ്മളെല്ലാം ഇന്ന് നമ്മൾ സുഭിക്ഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അശ്രദ്ധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നുറുക്കുവെള്ളത്തിനും ഹംദ് പറയാൻ മാത്രമുള്ള സുഭിക്ഷതയിലും സുഖലോലുപതയിലും എന്നിട്ടും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അയൽവാസികൾ ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. ആളുകളുടെ വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളുടെ വലിപ്പങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെയും പത്രദ്വാര നമ്മൾ അറിയുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകിയ ദാനമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ പടച്ചിരിക്കുന്നത് വെള്ളം കൊണ്ടാണെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
വതആല ഒരുപാട് സ്ഥലങ്ങളിൽ അൻസൽനാ മിനൽ മുഅസിറാതി മാഅൻ തജ്ജാജ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് മഴക്കീറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളത്തെ നാം ഇറക്കി തന്നില്ലയോ? മേഘക്കീറുകളിൽ നിന്ന് ആ കുത്തിയൊഴുകി വരുന്ന വെള്ളം ഒരു ഭാഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, മഴ പെയ്തിട്ട് അതിന്റെ പ്രയാസം അനുഭവിക്കുകയാണ്. അതേ ദിവസം തൊട്ടിപ്പുറത്തെ രാജ്യത്ത് വെള്ളം കിട്ടാത്ത പ്രയാസം അനുഭവിക്കുക. ഇന്നും അവിടെ പല സ്ഥലങ്ങളിലും അതിന്റെ പ്രയാസങ്ങളിലാണ് ആളുകൾ. വിദേശത്ത് നമ്മുടെ കുടുംബക്കാർ വെള്ളം വന്നിട്ട് എന്താ പറയാ, ആവശ്യത്തിലധികം വെള്ളം അവിടെ കെട്ടി നിന്നിട്ട് മെട്രോ സ്റ്റേഷനുകളിലും ഫ്ളാറ്റുകളിലും എയർപോർട്ടുകളിലും വെള്ളം നിന്നിട്ട് ഹോസ്പിറ്റലുകളിലടക്കം വെള്ളം നിന്നിട്ട് അവർ പ്രയാസപ്പെടുക. എന്നാൽ ഒരു ഭാഗത്തോ അണക്കെട്ടുകളിൽ പോലും വെള്ളമില്ലാത്ത വിധം പല രാജ്യങ്ങളും ചില പുഴകളെ, ചില നദികളെ അവർക്ക് വേണ്ടി ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ്. കോടതികളും കോർട്ടുകളും ഓരോ ജലസ്രോതസ്സുകളും എല്ലാ രാജ്യങ്ങൾക്കും വിതരണം ചെയ്യണം, എല്ലാ പ്രദേശങ്ങളിലേക്കും സ്റ്റേറ്റുകളിലേക്കും അത് പോണം എന്നിടത്തേക്ക് ആലോചിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ലോകത്ത് നിന്ന് ഇതങ്ങോട്ട് താഴോട്ട് തന്നിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളുടെ എല്ലാവരുടെയും കാര്യം പോക്കാൻ സാമ്പത്തികമായ ഭദ്രത കൊണ്ടോ ആരോഗ്യകരമായ അവസ്ഥകൾ കൊണ്ടൊന്നും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഭിമുഖീകരിക്കാൻ പറ്റില്ല. വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ബുദ്ധിമുട്ടുക തന്നെ ചെയ്യും. വെള്ളമാണ് നമ്മുടെ ഭക്ഷണം, വെള്ളമാണ് ബോധപൂർവ്വം ഞാൻ പറയുന്നത്, വെള്ളമാണ് നമ്മുടെ പാനീയം, വെള്ളമാണ് നമ്മുടെ ഭക്ഷണം. ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കുന്ന എല്ലാറ്റിലും വെള്ളമുണ്ടെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആലോചിക്കുമ്പോൾ ആ വെള്ളത്തിന്റെ വിവിധങ്ങളായ തരത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒരു ഭാഗത്തും, ആ വെള്ളത്തിന്റെ ഇല്ലായ്മ കൊണ്ട് നീറുന്ന പ്രതിസന്ധികളുമായിട്ട് ഒരു ഭാഗത്തുമായി ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എങ്ങനെയാണ് ആ വളർച്ച ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് അതിന്റെ മൂലകാരണങ്ങൾ എന്നതൊക്കെ സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വരൾച്ചയും ജലക്ഷാമവും ശിക്ഷയായിട്ട് പറയുന്നുണ്ട്. കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ അല്ലാഹു പറയാണ്, ആ ഹദീസിൽ പറയുന്നുണ്ട്, വരൾച്ച, മഴ തടയൽ, ക്ഷാമം, ഭക്ഷണക്ഷാമം എന്നിവ കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടും. സക്കാത്ത് കൃത്യമായി നൽകാതിരുന്നാൽ, പാവപ്പെട്ടവന്റെ അവകാശം നിഷേധിക്കപ്പെട്ടാൽ അവർക്ക് ഈ പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാകും. വരൾച്ച കൊണ്ട് ആ പ്രദേശത്തെ പടച്ചവൻ പരീക്ഷിക്കും. അത് മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയൊക്കെയും മറ്റുള്ള ജീവജാലങ്ങൾക്കെല്ലാം അവർക്കുള്ള വെള്ളം അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. എന്നാലോ നമ്മളൊക്കെയും തന്നെ സഹജീവി സ്നേഹം കൊണ്ട് നമ്മളൊക്കെയും അത് പരിഗണിച്ചവർക്ക് നൽകുന്നുമുണ്ട്. നമ്മുടെ കീഴിൽ ഒതുങ്ങി ജീവിക്കുന്ന വളർത്തുമൃഗങ്ങൾക്ക് നമ്മൾ അത് കൃത്യമായി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിഷിദ്ധങ്ങളെ തകർത്തെറിയുമ്പോൾ മഴ തടയപ്പെടുന്നു. ഹറാമുകളെ പൊട്ടിച്ച് ആ ഹറാമുകളിലേക്ക് പോകേണ്ട വാതിലുകൾ, ഹറാമിലുകളിലേക്ക് പോകാതിരിക്കാൻ കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ തകർത്ത് ആളുകൾ ഹറാമിലേക്ക് കുതിച്ചെത്തുന്നുണ്ടെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രദേശത്ത് മഴ തടയുന്നുണ്ട്. ഇനിയോ മഴ ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതിൽ ഒന്നാമത്തേതാണ് വിശ്വാസം ശരിയാക്കുക, തഖ്വ പാലിക്കുക. ഖുർആൻ പറയുന്നുണ്ട്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ആ രാജ്യക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നാം അവർക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറകാത്തുകൾ, അനുഗ്രഹങ്ങൾ ചെയ്യുമായിരുന്നു. ഒരു പ്രത്യേക രാജ്യത്തെ പരീക്ഷണത്തിന് ഏർപ്പെടുത്തി ആ പ്രത്യേക രാജ്യത്തെ നാമാവശേഷമാക്കി തകർത്ത് കളഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ആ രാജ്യക്കാർ വിശ്വസിച്ചിരുന്നെങ്കിൽ, ആ രാജ്യക്കാർ സൂക്ഷ്മത പുലർത്തിയിരുന്നെങ്കിൽ അവർക്ക് ഞാൻ ആകാശത്ത് നിന്ന് ബറക്കത്ത് കൊടുക്കുമായിരുന്നു. ആകാശത്ത് നിന്ന് അല്ലാഹു നൽകുന്ന ബറകാത്തുകളിൽ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ ഈ മഴ എന്നത്. അത് നൽകുമായിരുന്നു. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആയത്തോതിയിട്ട് നമുക്ക് പഠിപ്പിച്ചു, പാപമോചനം തേടിയാൽ
പാപമോചനം തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അവർക്ക് നൽകുന്നത് വയാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ് എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവങ്കലേക്ക് അടുക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തുവിൻ. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്റെ മഴയെ സമൃദ്ധമായി അയച്ചു തരുന്നതാണ്. അല്ലാഹു പറയാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂഹിൽ നമ്മളെല്ലാവരും ഓതി പരിചയമുള്ള ആയത്ത് പറയുന്നുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹുവാണ് ഏറ്റവും വലിയ പാപമോചനം നൽകുന്നവൻ, അല്ലാഹുവാണ് ഏറ്റവും പൊറുക്കുന്നവൻ. എന്നിട്ട് പറഞ്ഞു യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. ആരോട് പറയുന്നറിയോ? ഇതിന്റെ റിപ്പീറ്റ് ഒന്ന് പറയണേ. അല്ലാഹു പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന പാപികളായ ആളുകളായ നമ്മൾ ഓരോരുത്തരും ഇസ്തിഗ്ഫാർ നടത്തുന്ന വേളയിൽ നടക്കുന്നതെന്താ? ഇന്നഹു കാന ഗഫാറാ. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. രണ്ടാമതോ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. ആകാശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മേഘക്കീറുകൾക്കിടയിലൂടെ മഴ കുത്തിയൊലിപ്പിച്ച് നിങ്ങൾക്ക് തരും ഇസ്തിഗ്ഫാർ നടത്തിയാൽ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയാൽ മഴ തരാമെന്നാണ് ഖുർആൻ പറയുന്നത് സൂറത്തുൻ നൂഹിലൂടെ. ഇനിയോ അല്ലാഹു പറഞ്ഞു വയുദ്ദിദുക്കും ബി അംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വയുദ്ദിദുക്കും ബി അംവാലിൻ നിങ്ങൾക്ക് സമ്പത്ത് നൽകാം, നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകാം, നിങ്ങളെ പോഷിപ്പിക്കാം. സ്വത്തുക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും. വയുദ്ദിദുക്കും ബി അംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്തു തരാം. എന്ത് ചെയ്താല്? ഇസ്തിഗ്ഫാർ നടത്തിയാൽ. എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങൾക്ക് പുറത്തു തരാം. രണ്ട്, ആകാശത്തിൽ നിന്ന് മഴ തരാം. മൂന്നാമത്തതോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നിങ്ങൾക്ക് മക്കളെ തരാം. മക്കളില്ലാത്തവരെ ഇസ്തിഗ്ഫാർ നടത്തിക്കോളി. സമ്പത്ത് ആവശ്യമുള്ളവരെ ഇസ്തിഗ്ഫാർ നടത്തിക്കോളി. അരുവികൾ വേണ്ടവരെ ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ. അതുപോലെ തന്നെ തോട്ടങ്ങൾ ആവശ്യമുള്ളവരെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ. ഇസ്തിഗ്ഫാർ നടത്തിയാൽ തോട്ടങ്ങളിൽ അതിന്റെ സമൃദ്ധി ഉണ്ടാകും. അരുവികൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരരുവിയും വരൾച്ച കൊണ്ട് പരീക്ഷിക്കപ്പെടില്ല. ഒരു നാടും ജലസ്രോതസ്സില്ലാതെ ബുദ്ധിമുട്ടില്ല. അവർ ഇസ്തിഗ്ഫാറിലായിരിക്കെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് ഒരു രാജ്യം ഇസ്തിഗ്ഫാറിലായി അവരെ പരീക്ഷിക്കപ്പെടുകയില്ല എന്ന്. നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. നമ്മൾ ആലോചിക്കണം, പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസത്തിലായി ഈ പരീക്ഷണം വന്നിരിക്കുന്നു. ഇസ്തിഗ്ഫാറിന്റെ 10 ദിനരാത്രങ്ങൾ കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ ഈ വരൾച്ചയും പ്രതിസന്ധികളും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയോ, മേഘം കണ്ട പ്രവാചകൻ ബേജാറാവുന്ന, മഴ പെയ്യുന്നു എന്ന് കണ്ടാൽ അല്ലാഹുവിന്റെ റസൂലിൽ ആ ബേജാറ് പ്രത്യക്ഷമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. എന്തൊക്കെയോ അപകടങ്ങൾ, എന്തൊക്കെയോ പ്രതിസന്ധികൾ. അള്ളാഹുവിന്റെ സൈന്യങ്ങളാണ് ഇത്. ഇടിയും മിന്നലും മഴയും കാറ്റും അള്ളാഹിന്റെ സൈന്യങ്ങളാണ്. ഇതേതു തരത്തിലാണ് പടച്ചോൻ പ്രയോഗിക്കുക എന്നറിയില്ല. അത് കൃത്യമായി ബോധ്യപ്പെട്ട അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ബേജാറിലാകുമത്രേ. കണ്ടില്ലേ? മറ്റുള്ള ജീവജാലങ്ങളിലൊക്കെ ആ ഭയം, ആ ഒതുങ്ങൽ, ആ പരുങ്ങൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളോ അതിനെപ്പറ്റി ചിന്തിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ ചിലർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ലാണ്ടായി മാറുകയാണ്. ആലോചിക്കണം നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കറിയോ, മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കൽ കുറച്ച് പരാതിയുമായിട്ട് ആളുകൾ വന്നു. ആ നാട്ടിലെ പല പ്രദേശത്തു നിന്ന് ആളുകൾ വന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു ഹസനുൽ ബസരിയോട്, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്. വേറൊരു ടീം വന്നിട്ട് പറഞ്ഞു ഹസനുൽ ബസരിയോട്, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ നാട്ടിൽ വല്ലാത്ത ദാരിദ്ര്യമുണ്ട്, ഭക്ഷണത്തിന് പ്രയാസമുണ്ട്, ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു ഞങ്ങൾക്ക് മക്കളില്ലാത്ത പ്രശ്നങ്ങളുണ്ട്, മക്കളില്ലാത്ത 1-2 ആളുകൾ ഞങ്ങൾ അവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പരാതികൾ കൊണ്ട് ഇങ്ങനെ വന്നു. കുറച്ചാളുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ
നാട്ടിൽ വരൾച്ചയാണ്, ചെടികളെല്ലാം ഉണങ്ങിയിരിക്കുന്നു, തോട്ടങ്ങളെല്ലാം നശിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഹസനുൽ ബസരി റഹിമഹുല്ല എന്ത് പറഞ്ഞു എന്നറിയോ? അള്ളാന്റെ റസൂൽ ഓതിത്തന്ന ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, ആ ആയത്തിൽ അതിന്റെ പ്രതിവിധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനായ ഈ പണ്ഡിതൻ പരിശുദ്ധ ഖുർആനിലെ 71-ാമത്തെ സൂറത്തിലെ 10-ാമത്തെ വചനം ഞാൻ ഓതിവെച്ച ഫഖുൽതു സ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ എന്ന ആയത്താണ് അത്ര പ്രിയപ്പെട്ടവരെ അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊന്നാണ്, റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അവിടെ ക്ഷാമം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും, അവർക്ക് പ്രതിസന്ധികൾ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്ത് നമ്മളുടെ ശ്രദ്ധ ഒന്ന് വരേണ്ടതുണ്ട്. ഇനിയോ നാം എന്തു ചെയ്യണമെന്നുള്ളത് ഒന്നാമതായി പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ഒന്ന് ആലോചിക്കണം, സമയമെടുത്തിട്ട് തന്നെ ചിന്തിക്കണം. ഇതിന്റെ അവസ്ഥകൾ നമുക്കറിയോ, പല കാര്യത്തിലും നമുക്ക് പോംവഴികൾ ഉണ്ടെങ്കിൽ വെള്ളമില്ലാതായാൽ ഒരു പോംവഴിയില്ല. ഈ ബാംഗ്ലൂരിൽ വെള്ളം കിട്ടാതായാൽ നമ്മൾ അവസാനം എന്താ കാണുക? നമ്മൾ പോവുക ചെയ്യാൻ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഉദ്യോഗം, നമ്മുടെ ബിസിനസ്, നമ്മുടെ ശമ്പളം എല്ലാം നിർത്തിവെച്ച് നാട്ടിലേക്ക് പോകുന്ന അവസ്ഥ. നാട്ടിലെന്താ സ്ഥിതി? നാട്ടിൽ വരൾച്ച തുടങ്ങിയിട്ട് പണ്ഡിതന്മാരെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, എല്ലായിടത്തും ഇനി മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നമസ്കാരങ്ങളും നിർവഹിക്കുന്നിടത്തേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുകയാണ്. അതിരൂക്ഷമായ ചൂട് അവിടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവർക്കും AC റൂമുകളിൽ കിടക്കുകയാണ് ആൾക്കാർ, AC കാറുകളിൽ വിയർത്തുകൊണ്ട് ഡ്രൈവ് ചെയ്യണ ആളുകൾ. അത്ര സഹിക്കാനാവാത്ത ചൂട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് പരീക്ഷണമാർത്ഥം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹിനെ കുറിച്ച് ഓർക്കുക. കിട്ടിയ സുഖത്തിന് നന്ദി എണ്ണി പറയാ. ഒരു ഗ്ലാസ് വെള്ളം കറിയോ, വെള്ളം കുടിക്കാൻ കഴിയാത്ത ആളുകളുടെ പ്രിയപ്പെട്ടവരെ, സാധാരണ ജലം, പല സ്ട്രോക്ക് പേഷ്യന്റുമാരെ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് തരിപ്പ് കയറാൻ പാടില്ല. സാധാരണ ജലം കുടിക്കാൻ പറ്റാത്തവർ, സാധാരണ ജലം കുടിക്കരുതേ എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, വേറെ എന്ത് കുടിച്ചിട്ടെന്താ? പച്ചവെള്ളം കുടിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇനിയോ അതിന്റെ പമ്പിങ്, മൂത്രാശയ ഭാഗങ്ങളിലേക്ക് നമ്മൾ എല്ലാവരും ശ്രദ്ധയൊന്ന് പോവുക. നമ്മളൊക്കെ മൂത്രപ്പുര കാണുമ്പോൾ മൂത്രമൊഴിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുമ്പോഴേക്കും മൂത്രമൊഴിക്കുന്നവരാ. ഞാൻ തുറന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ. അവിടെ ഇരുന്നിട്ട് ആർക്കെങ്കിലും തന്റെ ബ്ലാഡറിൽ നിന്ന്, മൂത്രസഞ്ചിയിൽ നിന്ന് ആ മൂത്രം വരാത്തൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മുടെ എല്ലാവരുടെയും സ്ഥിതി? ആലോചിക്കണം. എന്തിനൊക്കെ പറ്റൂ, എന്തൊക്കെ ചെയ്യാൻ പറ്റൂ? എന്തിന് 150 ml മൂത്രസഞ്ചിയില്, ബ്ലാഡറിൽ മൂത്രം വരുമ്പോഴേക്കും നമുക്ക് സിഗ്നൽ വരും, മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. അത് 200 ml ആകുമ്പോഴേക്കും നമ്മൾ നിൽക്കൂല. എന്നാലോ നിങ്ങൾക്കറിയോ, അതിന്റെ ഇന്റേണൽ പാർട്സ് എല്ലാം നിർജീവമായി കഴിഞ്ഞാൽ 1000 മില്ലി വരെ, 1000 അതിന്റെ 1200 മില്ലി വരെ നമ്മളെ ബ്ലാഡറും അതിന്റെ പരിസര പ്രദേശങ്ങളും നിറഞ്ഞിങ്ങനെ തുളുമ്പുന്ന. പക്ഷേ നമ്മളെ കാണിക്കൂല. ചില ആളുകളുടെ ഇന്റേണൽ ഭാഗങ്ങളിലെ ഈ സിഗ്നലുകളെല്ലാം നശിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലാഡർ ഇങ്ങനെ നിറയും. അതിങ്ങനെ ട്യൂബിട്ടെടുക്കുമ്പോഴാണ് മനസ്സിലാവുക എത്ര ബ്ലാഡർ. 150 ml മാത്രം ബ്ലാഡറിൽ നിൽക്കുമ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടുന്ന ഒരു സിഗ്നൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അത് കാലിയാക്കാൻ കഴിയുന്നത്. എന്നാലും ഒരു 50 ml അവിടെ ഉണ്ടാവും. അതൊരു 200 എത്തുമ്പോഴേക്കും നമുക്ക് സഹിക്കാനാവില്ല. ഏത് തലത്തിലും നമ്മൾ അവിടെ വെച്ച് മൂത്രം ഒഴിക്കുന്ന അവസ്ഥയിലേക്ക് വരും. എന്നാൽ ചില ആളുകൾക്ക് രോഗാതുരമായ അവസ്ഥയിൽ ആ സിഗ്നൽ നഷ്ടപ്പെടുകയാണ്, നേർക്കുനേരെ കാണുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, രോഗാതുരമായ അവസ്ഥയില്ലാതെ സുഗമമായി മൂത്രമൊഴിക്കാനും വിസർജിക്കാനും സാധിക്കുന്നവരാ നമ്മൾ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കണ്ടില്ലേ, അടുത്ത് ഞാൻ വായിച്ചൊരു ഫീച്ചറിൽ എന്താണ്, വിദേശ രാജ്യങ്ങളിൽ മോശമായ പല തോന്നിയാസങ്ങളും നടത്തിയതിന്റെ പേരിൽ അവരുടെ പേശി ബലം നഷ്ടപ്പെട്ടിട്ട് അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അവരുടെ മൂത്രവും മലവും പിടിച്ചു നിർത്താൻ കഴിയാതെ മാരകമായ രോഗങ്ങളിൽ സാംസ്കാരിക രാജ്യങ്ങളിൽ നിന്ന് പുറത്ത് കൊട്ടിഘോഷിച്ചിട്ട് ഒരു വിവരവുമില്ലാത്ത വൃത്തിഹീനമായ ജീവിത നിലവാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഈ പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, പിടിച്ചു നിർത്താൻ വിചാരിച്ചത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അവർക്ക് പോവാണ്, മലവും മൂത്രവും ഒഴുകിപ്പോവാണ്. പാമ്പേഴ്സ് കെട്ടിയ ഓഫീസർമാർ ആ അവസ്ഥയിലേക്ക് ആ രാജ്യം എത്തിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അള്ളാഹു നൽകിയ ഈ സൗകര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. പല ആളുകളും
ട്യൂബിട്ട് അതിന്റെ സഞ്ചി വെച്ച് അതിന് ബക്കറ്റ് വെച്ച് അത് യാത്രയിൽ പിടിച്ച് ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. അക്കണക്കിന് നമ്മളൊക്കെ എത്ര സൗഭാഗ്യവാന്മാരാണെന്ന് ആലോചിച്ച് അള്ളാഹുവിനെ ഹംദ് ചെല്ലാൻ പ്രിയപ്പെട്ടവരെ മറക്കാതിരിക്കുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത്, അള്ളാഹു വിളിച്ചു കഴിഞ്ഞാൽ ആർക്കും കൊണ്ടുവന്നു തരാൻ അള്ളാഹു ഈ വെള്ളത്തിന് വേണ്ടി വിളിക്കുകയാണ്. നമ്മളെല്ലാരും റബ്ബിനെ വിളിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ വിചാരിച്ചാലോ, നമ്മൾ കണ്ടതാണ് ദുബായിൽ നൽകിയത്, നമ്മൾ കണ്ടതാണ് ഖത്തറിലും സൗദിയിലും നൽകിയത്. അള്ളാഹു നൽകാൻ വിചാരിച്ചാൽ അവിടെ എന്താ സംഭവിച്ചതറിയോ? 1.5 വർഷം പെയ്താൽ കിട്ടുന്ന വെള്ളമാണത്രേ 22 മണിക്കൂർ കൊണ്ട് അവർക്ക് കിട്ടിയത്. അങ്ങനെയാണ് വായിച്ചത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവിടെ വെള്ളത്തിൽ അവരങ്ങ് മുക്കിക്കളഞ്ഞു. അവർക്ക് അദാബായിട്ടാണ് അവിടെ വെള്ളം വന്നിരിക്കുന്നത്. നമുക്കോ വെള്ളം കിട്ടാത്ത അതിന്റെ പ്രയാസങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെങ്ങാനും വറ്റിച്ചു കളഞ്ഞാൽ, നഊദു ബില്ലാഹ്. നിങ്ങൾ ആലോചിക്കുക, കഴിഞ്ഞ പ്രാവശ്യം 2-3 വർഷം മുമ്പ് പ്രളയമെന്ന് നമ്മൾ പേരിട്ട ഒരു വലിയ സംഭവം നടന്നില്ലേ? ആലോചിച്ച് നോക്ക്. എന്താണ്? അണക്കെട്ടുകളിൽ വെള്ളം ഫുള്ളായി. അത് അണക്കെട്ട് തകർന്നു കഴിഞ്ഞാൽ ആ പ്രദേശവാസികൾ ഒന്നടങ്കം നശിച്ചു പോകുമെന്ന് ഭയന്നപ്പോ അണക്കെട്ടുകൾ അനിയന്ത്രിതമായി തുറക്കവേ എന്ത് ചെയ്തു? എല്ലാം കൊണ്ട് കുത്തിയൊഴുകി പോന്നു. നാടും നഗരവും പ്രദേശങ്ങളും വലിയ വലിയ മലമ്പാമ്പുകൾ കൊണ്ടും ഭീകരജീവികൾ കൊണ്ടും അതിന്റെ തേരോട്ടം നടന്നു. ഇനിയോ ഒരുപാട് പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയുണ്ടായി അല്ലെ? 1ാം നിലകൾ വെള്ളത്തിനടിയിലും 2ാം നിലകൾ മുകളിലുമായി ജീവിക്കുന്ന അവസ്ഥയുണ്ട്. എന്തൊക്കെയാ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് വെള്ളമെന്നത് നമ്മൾ ആരും നിസ്സാരമായി കാണരുത്. അള്ളാന്റെ സൈന്യമാണ്. ഒരു സമുദായത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പല തവണ ഉപയോഗിച്ച ആയുധമാണ് ഈ വെള്ളം. പല തവണ പല രാജ്യക്കാരെയും ഒന്നടങ്കം കീഴ്മേൽ മറിച്ചതും ചരൽക്കല്ല് കൊണ്ട് നശിപ്പിച്ചതും ഘോരശബ്ദം കൊണ്ട് പിടികൊടുത്ത് ഘോരശബ്ദം പുറപ്പെടുവിച്ച സമുദായത്തെ ഇല്ലാതാക്കിയതും അതുപോലെ തന്നെ ജലപ്രളയങ്ങൾ കൊണ്ട് അല്ലേ ഒന്നാകെ നശിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വെള്ളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊരു പ്രവർത്തനത്തിലും സൂക്ഷ്മതയും അതോടൊപ്പം പ്രാർത്ഥനയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ആ അനുഗ്രഹത്തെ സസൂക്ഷ്മം പല ആളുകളും വെള്ളം ഉപയോഗിക്കുന്നതൊക്കെ ഇപ്പോഴും ശ്രദ്ധിക്കാതെയാണ് അല്ലേ? ഒരാൾക്ക് വുദൂ ചെയ്യാൻ ഒരു മനുഷ്യൻ കുളിക്കുന്നത്ര വെള്ളം പലരും ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇനിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുളിയൊക്കെ റസൂൽ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും കുറയുന്നില്ല. നമ്മളൊക്കെ അതിന്റെയൊക്കെ അവസ്ഥകളിലൂടെ കടന്നു വന്ന ആളുകളാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ അനിയന്ത്രിതമായി വെള്ളം പാഴാക്കി കളയുന്ന സ്വഭാവത്തിൽ നിന്ന് നമ്മൾ പിറകോട്ട് വരണം. ഏറ്റവും അല്ലാഹുവിന്റെ റസൂൽ അതാ പറഞ്ഞത്, ഒഴുകുന്ന ഒരു പുഴ തന്നെ നിങ്ങളുടെ മുന്നിൽ ഒഴുകിയാലും അത്യാവശ്യത്തിനല്ലാത്തത് അതിൽ നിന്ന് ഉപയോഗിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വെള്ളത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക, വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായ ഇസ്തിഗ്ഫാറുകൾ ആകാശ ലോകത്തേക്ക് ഉയരുക. അതാണ് വെള്ളം കിട്ടാൻ ഇനിയുള്ള വഴി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ജലക്ഷാമം രൂക്ഷമായാൽ വെള്ളത്തിന് വേണ്ടിയും മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാവുക, എല്ലാവരും അത് നിർവഹിക്കുന്ന അവസ്ഥയിലേക്ക് വരിക. അതുപോലെ തന്നെ വറ്റിച്ചു കളഞ്ഞാൽ അത് കൊണ്ടുവരാൻ റബ്ബിന് മാത്രമേ കഴിയൂ എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. കണ്ടില്ലേ, വെള്ളം ഒരു ഭാഗത്ത് നിന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കടലുകൾ പൊട്ടിയൊഴുക്കപ്പെടുന്ന ഖുർആൻ പറഞ്ഞു. സൂറത്ത് സിൽസിലയിൽ പറയുന്നില്ലേ, കടലുകൾ പൊട്ടിയൊഴുക്കപ്പെടും. കണ്ടില്ലേ നമ്മളെല്ലാരും, കടലിങ്ങനെ വലിയ തെങ്ങിന്റെ ഹൈറ്റിൽ ഉയർന്നിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോഴാണ് എന്ത് കണ്ടത്? ജപമാലയും സന്യാസമാലയും ഇങ്ങനെ ആളുകള് എന്താ പറയാ മന്ത്രിക്കാനൊക്കെ വന്ന് കുത്തിരുന്ന ഷെഡ് കെട്ടി ഇരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങി ഓടിയത് നമ്മൾ കണ്ടതല്ലേ? ആർക്കെങ്കിലും അതിനെ തടയാൻ കഴിഞ്ഞോ? എല്ലാരും ഓടി, കിഴക്കോട്ടോടിയില്ലേ? കിഴക്കോട്ടോടി. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്ത് നൽകി? ഭൂകമ്പങ്ങൾ നൽകി. അവിടെ ചെറിയ ഭൂമി കുലുക്കങ്ങൾ നൽകിയപ്പോൾ അവിടെ ഉള്ളവർ ഇങ്ങോട്ട് ഓടുന്ന അവസ്ഥ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഹാ എന്ന് വാമുളക്കാനല്ലാതെ ഈ പറഞ്ഞ മനുഷ്യ ദൈവങ്ങൾക്കൊന്നും ഒന്നും സാധിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ടും ഇവരെയൊക്കെ പേറി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമ്മൾ കണക്ക് കൂട്ടേണ്ടി വരും. അത്രയും ബോധ്യപ്പെടുന്ന രൂപത്തിൽ അല്ലാഹു ഈ മുറകളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മാരകമായ രോഗങ്ങൾ കാണിച്ചു, അവിടെ ഇബാദത്തുകളിൽ സജീവമായ, അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ രോഗാതുരമായ അവസ്ഥയിൽ അവർക്ക് വേണ്ടി സജീവമായി ഈ പറഞ്ഞ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളെ ഒക്കെയും അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും പ്രതിഫലം കിട്ടി, അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പരീക്ഷണങ്ങൾ വരുമ്പോഴും അല്ലാഹനെ വിടാതെ പിടിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിന് സാധിക്കണം. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ആയത്തുകളെ വളരെ സൂക്ഷ്മതയോടുകൂടി ഗ്രഹിക്കുവാനും ജീവിതത്തിലേക്ക് പകർത്തുവാനും ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു പറയുകയാണ്, ആകാശത്ത് നിന്ന് നാം മഴയെ ഇറക്കി, അത് ഭൂമിയിൽ തങ്ങി നിർത്തുകയും ചെയ്തിരിക്കുന്നു. നിശ്ചയം അത് കൊണ്ട് പോകാൻ കഴിയുന്നവനാകുന്നു ഞാൻ. അല്ലാഹു ഖുർആൻ പറയാണ്, എന്താ പറയുന്നത്? വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കൻനാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ. മഴ തരുന്നു, എന്നിട്ട് അത് അല്ലാഹു സംഭരിച്ചു നിർത്തുന്നു. ചില സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, ഈ അത്യുഷ്ണത്തിലും അവിടെ വെള്ളം വറ്റാതെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സൗദി അറേബ്യയിലെ സംസം കിണർ വലിയൊരു ഉദാഹരണം. എന്തെങ്കിലും ഒരു കുറവുണ്ടോ അവിടെ? എന്തെങ്കിലും ഒരു കുറവുണ്ടോ അവിടെ? എന്തെങ്കിലും ഒരു നിയന്ത്രണം വന്നോ? പ്രിയപ്പെട്ടവരെ, ഒന്നും വന്നില്ല. ഈ പറഞ്ഞ പ്രളയവും ജലത്തിന്റെ ആധിക്യവും വന്നിട്ട് അതിന്റെ രുചിയിൽ വല്ല വ്യത്യാസവും പ്രഖ്യാപിക്കപ്പെട്ടു? ഒന്നും വന്നില്ല. ചിലയിടങ്ങളിൽ അങ്ങനെ അല്ലാഹു നിർത്തുന്നു. നമ്മുടെ നാടകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, പല പ്രദേശങ്ങളിലും അത്യുഷ്ടത്തിലും വെള്ളം നിലനിർത്തുന്ന ചില സംഭരണികൾ, ചില നദികളും പുഴകളും തോടുകളുമായിട്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്നാൽ നിശ്ചയം അത് കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ്. ആ സാധനത്തെ ഉണക്കിയിട്ട് വേണ്ടില്ലേ, ചില പ്രദേശങ്ങൾ ഇല്ലാതായി പോയി കഴിഞ്ഞ ആ വരൾച്ച ഘട്ടങ്ങളിൽ, കഴിഞ്ഞ സുനാമിയിൽ അങ്ങോട്ടൊഴുകിയ ബ്രഹ്മപുത്ര ഇങ്ങോട്ടൊഴുകുക. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിയേ. ഒരുപാട് കാലം ഒരു ഭാഗത്തേക്ക് ഒഴുകിയിരുന്ന ബ്രഹ്മപുത്ര നദി സുനാമി വന്നപ്പോൾ എന്ത് ചെയ്തു? തിരിച്ചു ഇങ്ങോട്ടൊഴുകി. ആ ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജീവനോടുള്ള കാലത്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് നമ്മളെല്ലാവരും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് 149 മില്യൺ കിലോമീറ്റർ ദൂരെയാണ് സൂര്യനുള്ളത്. 149 മില്യൺ കിലോമീറ്റർ ദൂരം. സഹിക്കാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഈ സൂര്യൻ ഒരു ചാൺ അല്ലെങ്കിൽ ഒരു മൈൽ, രണ്ട് റിപ്പോർട്ടുകളാണ്. ഇത്രയും അടുത്ത് ഇനിയും വരാനിരിക്കുകയാണ് പരലോകത്ത്. ആ പരലോകത്ത് അത്യുഷ്ണമായ അവസ്ഥ ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്ന് മനസ്സിരുത്തി നോക്കണം, ഒന്ന് കമ്പയർ ചെയ്യണം പ്രിയപ്പെട്ടവരെ. എങ്കിലേ നമുക്കെല്ലാവർക്കും അവിടുത്തെ തണൽ കിട്ടാനുള്ള താല്പര്യം വരികയും അവിടുത്തെ തണൽ കിട്ടാനുള്ള ഇബാദത്തുകളിൽ നമ്മളെല്ലാവരും ചേക്കേറി വരണമെങ്കിൽ അത്തരം ചിന്തകൾ നമുക്കുണ്ടാവണം. ഇനി എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത്, വെള്ളമെത്താത്ത ഇടങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ, ദാനധർമ്മങ്ങൾ, മരിച്ച ആളുകൾക്ക് വേണ്ടി, മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി വരെ ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ വെള്ളം കൊടുക്കാനാണ് ഫസ്റ്റ് പറഞ്ഞത്. അതുകൊണ്ട് ഏറ്റവും നല്ല സന്ദർഭമാണ്, സമ്പന്നതയുള്ള അനുഗ്രഹങ്ങളുള്ള, ഇനി അതൊന്നുമില്ലെങ്കിലും നല്ല ജലസ്രോതസ്സുകളുള്ള ആളുകൾ എന്റെ ഖുതുബ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കിണറിൽ നിന്ന് പോട്ടെ അങ്ങോട്ടേക്കും, നമ്മളുടെ കിണറുകളിൽ നിന്ന് അവ വീടുകളിലേക്കും പമ്പിംഗ് നടക്കട്ടെ. അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ, ജലസംഭരണികൾ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നവരിലുണ്ടെങ്കിൽ ഈ ചാൻസ് അവർ മുതലെടുക്കും. അത് ജാരിയായ സ്വതക്കയാണ്. ഈ ദുർബലമായ ഈ പരീക്ഷണങ്ങളിലുള്ള ഈ വരൾച്ചയുള്ള ഘട്ടത്തിൽ ആ നാട്ടിലെ മുഴുവൻ കുട്ടികളും വൃദ്ധന്മാരും രോഗികളും ഗർഭിണികളും സ്ത്രീകളും അവിടുത്തെ പക്ഷി മൃഗാദികളും നിങ്ങൾ നൽകുന്ന വെള്ളം കുടിച്ചിട്ടാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നതെങ്കിൽ അതിന് കിട്ടുന്ന പുണ്യം ചെറുതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ വെള്ളം നൽകുന്ന, വെള്ളം ദാനം നൽകുന്ന, പബ്ലിക് കിണറുകൾ നൽകുന്ന, പബ്ലിക് പൈപ്പ് ലൈനുകൾ നൽകുന്ന ആളുകൾക്ക് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് പുറത്തേക്ക് വെള്ളം കൊടുത്തിട്ട് കുടിവെള്ള സംഭരണികൾ നിർമ്മിക്കുന്ന ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് നമ്മളെല്ലാവരും സജീവമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മനസ്സും കഴിവും ഈമാനും സാഹചര്യവും നമുക്ക് എല്ലാവർക്കും ഒരുക്കി തരുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ കഠിനമായ അത്യുഷ്ണമുള്ള ചൂടിലും ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. എന്നിട്ടും ആരാധനാലയങ്ങളിലൊക്കെ വയസ്സന്മാർ വരുന്നത് കാണുമ്പോൾ പ്രയാസമുണ്ട്. ആളുകൾ ആ വെയിലത്ത് നടന്ന് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ പ്രയാസമില്ല. ചെറിയ മക്കൾ
അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ വെയിൽ കൊള്ളുമ്പോൾ പ്രയാസമില്ലേ? അധ്വാനിക്കുന്ന യുവാക്കൾ, അധ്വാനിക്കുന്ന ഭർത്താക്കന്മാർ, ബാപ്പമാർ, അവരൊക്കെയും ഈ വെയിലിനെ ത്യജിച്ചുകൊണ്ട് കഠിനാധ്വാനം നിർവഹിക്കുമ്പോൾ ആ ആളുകളുടെ ആഫിയത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ വീടകങ്ങളിൽ ഇരിക്കുന്ന സഹോദരിമാരും മക്കളും മറന്നുപോകല്ലേ എന്നുകൂടി ഞാൻ ഈ ഖുതുബയിൽ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അധ്വാനിക്കുന്ന ഈ കഷ്ടപ്പാടിനെയെല്ലാം ത്യജിച്ച് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. സഹോദരന്മാർക്കും യുവാക്കൾക്കും അല്ലാഹു ഈ പരീക്ഷണത്തിൽ ത്യജിക്കാനുള്ള ഈമാനും അതുപോലെ ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രദേശങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മയവർഷിക്കുമാറാവട്ടെ. ക്ഷാമം പൂർണ്ണമായി വരുത്താതെ, വരൾച്ച പൂർണ്ണമായി വരുത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.